തേർഡ് സം സ്റ്റാറ്റിസ്റ്റിക്സ് റിവിഷനിൽ നമ്മളിനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ലിമിറ്റ് തിയറംസ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നോക്കുന്നത് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ്. അപ്പോൾ എന്താണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത്? ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി പറയുന്നത് ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ വിത്ത് expectation of x is equal to mu and variance of x is equal to sigma square, then for a t greater than 0, then for t greater than 0, probability of modulus of x minus mu greater than or equal to t sigma is less than or equal to 1 by t square. ഇതാണ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ്. ആ റാൻഡം വേരിയബിളിന്റെ മീൻ ആണ് മ്യൂ ആൻഡ് അതിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു സിഗ്മ. ദെൻ ഫോർ എ പോസിറ്റീവ് നമ്പർ ടി, പോസിറ്റീവ് റിയൽ നമ്പർ ടി, വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ. മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നമ്മളുടെ ഡിസ്റ്റൻസ്, that is greater than or equal to t times its standard deviation. That will be less than or equal to 1 by t square. അല്ലെങ്കിൽ നമുക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിനെ ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്ത രീതിയിൽ എഴുതാം. അതായത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ എന്ന് വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. അപ്പോൾ ഈ ഫോമിലും നമുക്ക് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിനെ ഉപയോഗിക്കാം. അതായത് നമുക്കൊരു പ്രോബബിലിറ്റി തന്നിട്ട് അതിന്റെ അപ്പർ ബൗണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ അപ്പർ ബൗണ്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഈ പ്രോബബിലിറ്റി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ടി സ്ക്വയർ ആണ്. ആ പ്രോബബിലിറ്റി 1 ബൈ ടി സ്ക്വയറോ അതിനെക്കാട്ടോ കുറവാണ്. അതായത് ഇതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ ആണ് 1 ബൈ ടി സ്ക്വയർ. അപ്പൊ അതുമാതിരി അപ്പോൾ അപ്പർ ബൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നേരെ മറിച്ചിട്ട് ഇപ്പൊ നമ്മളോട് ലോവർ ബൗണ്ട് ഓഫ് ദി പ്രോബബിലിറ്റി കാണൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ സെക്കൻഡ് ഫോമാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. അതായത് 1 മൈനസ് 1 ബൈ ടി സ്ക്വയറോ അതിനെക്കാട്ടും കൂടുതലും ഉള്ള വാല്യൂസ് ആണ് ഇതിനെടുക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രോബബിലിറ്റി എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. ഇപ്പൊ ലോവർ ബൗണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ കാണണം എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡ് ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി വരുന്ന ഒരു പ്രോബ്ലത്തിന്റെ. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഓൾസോ ഈക്വൽ ടു 4. ഫൈൻഡ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നത് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ലീസ്റ്റ് വാല്യൂ ഓഫ് ദി പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കാം. അപ്പർ ബൗണ്ട് കാണുക, ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലോവർ ബൗണ്ട് കാണുക എന്നുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആരോ ഉപയോഗിക്കാൻ നോക്കുകയാണ്, ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിക്കാൻ നോക്കും അല്ലെ. അപ്പൊ ഇവിടെ ലീസ്റ്റ് വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ലീസ്റ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയുടെ രൂപം ഈ സെക്കൻഡ് ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 4 എന്ന് തന്നിട്ടുണ്ട്. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു 4 ആണ്. പിന്നെ തന്നിരിക്കുന്നത് വേരിയൻസ് ഇസ് ഈക്വൽ ടു 4, അതായത് സിഗ്മ സ്ക്വയർ 4 ആണ് തന്നിരിക്കുന്നത്. ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വിൽ ബി ഈക്വൽ ടു 2 എന്നെടുക്കണം അല്ലെ. ഇനി നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് ഞാൻ എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്? അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ടു ദി റാൻഡം വേരിയബിൾ എക്സ്. റാൻഡം വേരിയബിൾ എക്സിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക നോക്കാം. നമ്മൾ സെക്കൻഡ് ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ടി സ്ക്വയർ. ഈ ഫോമിലുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ. ഈ കേസിൽ മ്യൂ എന്താണ്? 4 ആണ്.
x minus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ടി ഇൻറ്റു 2, അതായത് 2t എന്ന് പറയാം. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t². അപ്പോൾ ഈ എക്സ്പ്രഷനെ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. അപ്പോൾ ഇതിന് ഈ പ്രോബബിലിറ്റിയുടെ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലീസ്റ്റ് വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ഇതിനെ ഈ എക്സ്പ്രഷനെ നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോബബിലിറ്റികളെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റിയുടെ ഉള്ളിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലൊരു അതേ പാറ്റേണിലുള്ള ഒരു എക്സ്പ്രഷനെ നമുക്ക് ഈ പ്രോബബിലിറ്റിയുടെ ഉള്ളിൽ കിട്ടും. എക്സ് മൈനസ് 4 ഒക്കെ നമുക്ക് വരുത്തിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 4 നമ്മൾ കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പ്രഷനിലുള്ള എല്ലാ ടേംസിൽ നിന്നും നമ്മൾ 4 മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പം സബ്ട്രാക്ടിങ് 4 ഫ്രം ഓൾ എലിമെന്റ്സ് അല്ലെങ്കിൽ ഓൾ ടേംസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 മൈനസ് 4. നമ്മൾ ഈ മൈനസ് ചെയ്യുന്നത് ഈ ഇൻഇക്വാലിറ്റിന്റെ രണ്ട് സൈഡിലുള്ള എല്ലാ ടേംസിലും ചെയ്യുമ്പം നമുക്ക് വാല്യൂവിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു +3 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഇതിനെ നമുക്ക് മോഡുലസിന്റെ ടേംസിൽ എഴുതാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാക്കിയിട്ട് എഴുതാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡുലസ് ഇല്ലാതെ വരെ എങ്ങനെയാണ് മാറ്റി എഴുതുക? ദിസ് ഇസ് ഈക്വൽ ടു -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമ്മൾ എഴുതും. അല്ലെങ്കിൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന ടൈപ്പിൽ വന്നാൽ അതിനെ നമുക്ക് തിരിച്ചു എങ്ങനെ എഴുതാം? മോഡുലസ് വെച്ചിട്ട് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പൊ അതേ പാറ്റേണിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എക്സ് വന്നതിന് പകരം എക്സ് മൈനസ് 4 വന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതി. ഇതാണ് നമ്മളെ സെക്കൻഡ് എക്സ്പ്രഷൻ അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പം ഇവിടെ 2t ആണ് വന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t വന്നിട്ടുണ്ടെങ്കിൽ ദ പ്രോബബിലിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് 1/t² നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2t എന്ന് വരുന്നതിന് പകരം ഇവിടെ 3 എന്നാണ് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 4 അത് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2t എന്ന് വന്ന സ്ഥാനത്ത് ഇവിടെ ആര് വന്നിട്ടുണ്ട്? 3 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കമ്പയറിങ് 1 and 2 രണ്ട് എക്സ്പ്രഷനുകളെ നമ്മൾ കമ്പയർ ചെയ്യാണ് 1 and 2. അപ്പൊ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ 2t എന്ന് വന്ന സ്ഥാനത്ത് ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് t എന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഈ കേസിൽ t is equal to 3/2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ t 3/2 ആണെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ ലീസ്റ്റ് വാല്യൂ 1 മൈനസ് 1/t² ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ കേസിലാണ് നമുക്ക് t 3/2 കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ലീസ്റ്റ് വാല്യൂ ഓഫ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1 മൈനസ് 1/t² ആണ്. അത് ഇവിടെ എന്താ വരിക? 1 മൈനസ് 1/3/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 9/4 എന്ന് വരും. അതായത് 1 മൈനസ് 4/9 നമുക്ക് എഴുതാം. ഓർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ 9 മൈനസ് 4/9 ഓർ ദ ആൻസർ ഇസ് ഈക്വൽ ടു 5/9. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഷെബിഷെവ്സ് ഇൻഇക്വാലിറ്റീനെ നമ്മൾ ഉപയോഗിക്കും. ഇനി നമ്മൾ ലിമിറ്റ് തിയറത്തിൽ അടുത്ത് നോക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന്. നമ്മൾ നോക്കുന്നത് ലെറ്റ് x1 x2 etc xn etc be a sequence of random variables. നമ്മളടുത്ത് ഒരു റാൻഡം വേരിയബിൾ അല്ല, ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. x1 x2 x3 etc അങ്ങനെ പറഞ്ഞിട്ട് കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ട്. ദെൻ വിൽ സേ ദാറ്റ് ദിസ് സീക്വൻസ്, ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്, ഈ സീക്വൻസ് xn വിൽ കൺവേർജ്
will converge to a constant A. ഒരു കോൺസ്റ്റന്റിലേക്ക് ഇത് കൺവേർജ് ചെയ്യുക എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? കൺവേർജ് ഇൻ കോൺസ്റ്റന്റ് എ ഇൻ പ്രോബബിലിറ്റി. വെറുതെ കൺവേർജ് ചെയ്യുകയില്ല, പ്രോബബിലിറ്റിയിൽ കൺവേർജ് ചെയ്യുക എന്ന് എപ്പോഴാണ് പറയുന്നത്? ഇഫ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ, എക്സ്-എന്നും എയും തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ ആപ്സലോൺ, ആപ്സലോണെക്കാട്ടും വലുതാവാന് ഉള്ള പ്രോബബിലിറ്റി വിൽ ബി 0, will tend to 0 as n tends to infinity എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളെ കയ്യിൽ കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ റാൻഡം വേരിയബിൾ x1, x2 എക്സെട്ര അങ്ങനെ കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഒരു xn എന്ന് പറയുന്നു. അപ്പോൾ ഈ xn എന്ന് പറയുന്ന ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഒരു കോൺസ്റ്റന്റ് എയിലേക്ക് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് എൻ എയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ എത്തുക ചെയ്യുന്നത് അല്ലെ? എക്സന്റെ വാല്യൂ എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ്, അതിപ്പോ എ 2 ആണെന്ന്, അപ്പൊ 2 എന്ന് പറഞ്ഞ വാല്യൂവിന്റെ അടുത്തേക്ക് എത്തുക എന്നാണ് പറയുന്നത്. അതായത് ഇവർ രണ്ടുപേരും വളരെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്-എന്നും എയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാവണം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് എക്സ്-എന്നും എയും തമ്മിലുള്ള ഡിഫറൻസ് ആപ്സിലോൺ, ദാറ്റ്സ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ഇവിടെ ആപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നമ്പറാണ്. അപ്പൊ ആപ്സിലോൺ എന്ന് പറയുന്ന ചെറിയൊരു നമ്പറിനെക്കാട്ടും കൂടാൻ ഒരു സാധ്യതയില്ല. സാധ്യത എന്താണ്? വളരെ കുറവാണ്. അത് പ്രോബബിലിറ്റി 0യിലേക്കാണ് പോകുന്നത് എന്നാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി പറയുന്നത്. അല്ലെങ്കിൽ ഇതിനിങ്ങനെ എഴുതാം: probability of modulus of xn minus a less than epsilon, epsilonനെക്കാട്ടും ഈ ഡിഫറൻസ് കുറവാവാനുള്ള പ്രോബബിലിറ്റി tends to 1 as n tends to infinity. ഇതാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. ഇതൊരു സ്ട്രോങ് കൺവേർജൻസ് ആണ്. ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺവേർജൻസ് ആണ്. ഈ കാര്യം ഓർക്കണം. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഇസ് എ സ്ട്രോങ് കൺവേർജൻസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്താണ് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ? ഇഫ് x1, x2 എക്സെട്ര xn എക്സെട്ര ഇസ് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഇതേമാതിരി നമ്മളൊരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ റാൻഡം വേരിയബിൾസിന്റെ എല്ലാം CDF നമുക്ക് നോക്കാം. അവരുടെ CDF fn ഓഫ് x ആണ്. അതായത് x1ന്റെ പിന്നെ CDF എന്തായിരിക്കും? f1 ഓഫ് x, x2ൻ്റെത് f2 ഓഫ് x. അങ്ങനെ CDF ഉള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വിൽ സേ ദാറ്റ് the sequence of random variables will converge, x1, x2 etc. xn will converge in distribution, will converge in distribution to a random variable x. x എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിലേക്ക് ഇവർ കൺവേർജ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് fn ഓഫ് x, അതായത് നമ്മളെ റാൻഡം വേരിയബിൾസിന്റെ CDF will tend to, will be equal to f of x, അതായത് capital F of x കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് CDF of x as n tends to infinity. അല്ലെങ്കിൽ നമ്മൾ പറയും when limit n tending to infinity fn of x is equal to fx of x ആവുമ്പോൾ, അതായത് ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിന്റെ CDF ഈ നമുക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ CDFയിലേക്ക് എത്തുന്നു when n tending to infinity. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം xn will tend to the random variable x in distribution. പ്രോബബിലിറ്റിയിൽ കൺവേർജ് ചെയ്യുമ്പോൾ നമ്മൾ xn will tend to a in probability എന്ന് ഇങ്ങനെ എഴുതും കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ xn tends to a random variable x in distribution, and this is a weak convergence. Convergence in distribution is a weak convergence. ഇതൊന്ന് ഓർക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാൻ പോവാണ്. അതായത് ലെറ്റ് x1, x2, x3 എക്സെട്ര ബി എ സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് xi is equal to mu and variance of xi is equal to sigma square for I is equal to
1 2 3 എക്സെട്ര. അതായത് ഈ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എല്ലാവരുടെയും മീനും മ്യൂ ആയിരിക്കണം, എല്ലാവരുടെയും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് വിൽ കൺസിഡർ എക്സ് എൻ ബാർ. ലെറ്റ് എക്സ് എൻ ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n എക്സ് ഐ ബൈ എൻ. അതായത് എൻ റാൻഡം വേരിയബിൾസിന്റെ എർത്തമാറ്റിക് മീനിനെ നമ്മൾ എക്സ് എൻ ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ. അതായത് എക്സ് ഐകളുടെ ആവറേജ് സമ്മേഷൻ എക്സ് ഐ ബൈ എന്നും നമ്മളുടെ ഈ ഓരോ എക്സ് ഐകളുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐയും അത് തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആപ്സലോൺ. അത് ആപ്സലോണേക്കാട്ടും കൂടുതലാവാനുള്ള പ്രോബബിലിറ്റി. അത് ആപ്സലോണിനെക്കാട്ടും കൂടില്ല, കാരണം ഇവർ തമ്മിൽ വളരെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പം മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പർ. ഓർ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബാർ മൈനസ് മ്യൂ. ഇവിടെ ലെസ് ദാൻ ആപ്സലോൺ ഗ്രേറ്റർ ദാൻ ആപ്സലോൺ സ്ഥാനത്ത് നമ്മൾ ലെസ് ദാൻ ആപ്സലോൺ എന്ന് കൊടുക്കുന്നു. ദെൻ ആപ്സലോണിനെക്കാട്ടും കുറവാവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന രീതിയിലും പറയാം. ഈ രണ്ട് ഫോമിലും നമുക്ക് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിനെ പറയാം. ഇനി നോക്കുന്നത് ബെർണോളീസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണ്. അപ്പൊ ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ നമ്മൾ ബെർണോളി ട്രയൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കൺസിഡർ n repetitions of a Bernoulli trial. n repetitions of a Bernoulli trial. ഒരു ബെർണോളി ട്രയലിന്റെ n റിപ്പീറ്റേഷൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെർണോളി ട്രയൽ is a random experiment whose outcomes can be classified into success and failure. ബെർണോളി ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ ഔട്ട്കമുകളെ നമുക്ക് എങ്ങനെയായിട്ട് ഭാഗിക്കാം? സക്സസ് എന്നും ഫെയിലിയർ ആയിട്ടും നമ്മൾ ഭാഗിക്കാം. അത് നമ്മൾ മുമ്പ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ബെർണോളി ട്രയലിനെ, അതായത് ഇപ്പൊ കോയിൻ ടോസിംഗ് ആയിരിക്കാം അല്ലെ, അപ്പൊ ഹെഡും ടെയിലും സക്സസും ഫെയിലിയർ ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെർണോളി ട്രയലിന്റെ n റിപ്പീറ്റേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലെറ്റ് xn is equal to നമ്പർ ഓഫ് സക്സസസ്. അപ്പൊ xn എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? സക്സസുകളുടെ എണ്ണം, നമ്പർ ഓഫ് സക്സസസ് ഔട്ട് ഓഫ് n ട്രയൽസ് വിത്ത് പ്രോബബിലിറ്റി p ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ. p എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് p is equal to പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് p, സ്മോൾ ലെറ്റർ p കൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സക്സസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ട് xn ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ബെർണോളീസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn ബൈ n മൈനസ് p that is greater than epsilon will tend to 0 as n tends to infinity. ഇതാണ് ബെർണോളി ലോ ഓഫ് ലാർജ് നമ്പർ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ആരാണ്? xn by n, where xn is number of successes out of n trials divided by n. n എന്ന് പറഞ്ഞാൽ number of repetitions minus p greater than epsilon will tend to 0 as n tend to ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അതായത് xn by n എന്ന് പറയുന്നതും പിയും p ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസും വളരെ അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറഞ്ഞു വരിക, അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. അതായത് നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് xn by n മൈനസ് p ലെസ് ദാൻ ആപ്സലോൺ. അത് ആപ്സലോണിനെക്കാട്ടും കുറവാവാനാണ് സാധ്യത വളരെ കൂടുതലാണ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് xn by n-ഉം p-യും തമ്മിലുള്ള ഡിഫറൻസ് ആപ്സലോൺ വിച്ച് ഇസ് എ സ്മോൾ ക്വാണ്ടിറ്റി, ആപ്സലോണിനെക്കാട്ടും കൂടാൻ ഒരു സാധ്യതയില്ല, സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ടെൻസ് ടു 0 എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലും നമുക്ക് ബെർണോളീസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിനെ പറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ടു ഹോൾഡ്.
അപ്പോൾ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വേരിയൻസ് ഓഫ് Sn ഡിവൈഡഡ് ബൈ n സ്ക്വയർ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ചെക്കിംഗ് ആണ് നടത്തേണ്ടത്. വേർ Sn is equal to x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn ആണ്. അതായത് നമ്മളെ കയ്യിലുള്ള റാൻഡം വേരിയബിൾസിന്റെ സം, n റാൻഡം വേരിയബിൾസിന്റെ സമ്മിന്റെ വേരിയൻസ് ഡിവൈഡഡ് ബൈ n സ്ക്വയർ നമ്മൾ നോക്കുന്നു. അത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ക്വാണ്ടിറ്റി 0യിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് 0യിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ വേരിയൻസ് ഓഫ് Sn ബൈ n സ്ക്വയർ 0യിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അടുത്ത് നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം ഓർ CLT, ഈ CLT എന്ന് പറയുന്ന സെൻട്രൽ ലിമിറ്റ് തിയറം കാരണമാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം പല രീതിയിലും അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും ജനറൽ ഐഡിയ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറേ റാൻഡം വേരിയബിൾസിന്റെ സമ്മ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ്, വെരി ലാർജ് നമ്പർ ഓഫ് random variables is approximately normally distributed, approximately normally distributed. ഇവരെ സമ്മ് ഏതോ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കുറേ റാൻഡം വേരിയബിൾസിന്റെ സമ്മ് എന്തായിരിക്കും? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വെച്ചാൽ മീനും വേരിയൻസും നമ്മൾ പറയില്ലേ, വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻസ്. അപ്പൊ ഈ റാൻഡം വേരിയബിൾസിന്റെ ഒക്കെ മീനുകളുടെ സമ്മായിരിക്കും സം ഓഫ് ദ മീൻസ്. ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ വേരിയൻസസ്, സം ഓഫ് ദി വേരിയൻസസ്, provided the random variables obey some very general conditions. അപ്പോൾ ചില കണ്ടീഷൻസ് അനുസരിക്കുമ്പോൾ സം ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് എനി ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ കുറേ ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് വിൽ ബി എ നോർമൽ വേരിയബിൾ. അല്ലെങ്കിൽ സം ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് പോയ്സൺ റാൻഡം വേരിയബിൾസ് വിൽ ബി എ നോർമൽ വേരിയബിൾ. സം ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് ഗാമ വേരിയബിൾസ് വിൽ ബി എ നോർമൽ വേരിയബിൾ. അപ്പം ഏത് റാൻഡം വേരിയബിൾസ് ആയിക്കോട്ടെ, കുറേ റാൻഡം വേരിയബിൾസിന്റെ സമ്മ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. വിത്ത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി വേരിയൻസസ്. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. ആ സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിൻബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. അപ്പോൾ ലിൻബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത് പറയുന്നത് ലെറ്റ് x1 x2 etc xn etc be a sequence of independent random variables, sequence of independent random variables with expectation of xi is equal to mu and variance of xi is equal to sigma square. അപ്പോൾ എല്ലാവർക്കും ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, ഇൻഡിപെൻഡന്റും ആയിരിക്കണം, അതായത് ദേ ആർ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആയിരിക്കണം. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് with expectation of xi is equal to mu and variance of xi is equal to sigma square. Then let Sn is equal to, നമ്മൾ Sn എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുക്കുകയാണ്, ദാറ്റ് ഈസ് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് x. അപ്പോൾ സം ഓഫ് ദ റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സം ഓഫ് ദീസ് റാൻഡം വേരിയബിൾസ് വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെൻ n is very large. വെരി ലാർജ് നമ്പർ ഓഫ് റാൻഡം വേരിയബിൾസിന്, അതായത് നമ്മൾ പറയുന്നത് Sn will follow a normal distribution with mean is equal to sum of the means. അപ്പോൾ ഓരോരുത്തരുടെയും മീൻ മ്യൂ ആണ്. അപ്പോൾ n റാൻഡം വേരിയബിൾസിന്റെ മീൻ എന്തായിരിക്കും? വിത്ത് മീൻ n mu
ആൻഡ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ വേരിയൻസസ് ആയിരിക്കും. അപ്പോൾ വേരിയൻസ് n സിഗ്മ സ്ക്വയർ ആയിരിക്കും. നമ്മളിവിടെ എഴുതുമ്പം നോർമൽ എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എഴുതണമെങ്കിൽ √n സിഗ്മ എന്ന് പറയും. റൂട്ട് ഓഫ് n സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ √n സിഗ്മ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ z is equal to സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ z is equal to Sn minus n mu divided by √n sigma will follow n01. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം, അതായത് ലിൻബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് ഒരിക്കൽ കൂടി നോക്കാം. ലെറ്റ് x1 x2 എക്സെട്ര xn ബി എ സീക്വൻസ് ഓഫ് IID റാൻഡം വേരിയബിൾസ് എന്ന് പറയും. ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് വിത്ത് എക്സ്പെക്ടേഷൻ ഓഫ് xi is equal to mu and variance of xi is equal to sigma square. And let Sn is equal to x1 plus x2 plus etc plus xn. Then Sn will follow a normal distribution with mean n mu. അതായത് n റാൻഡം വേരിയബിൾസിന്റെ മീനുകളുടെ സമ്മാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √n സിഗ്മ. ബിക്കോസ് വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് ഓഫ് Sn എന്തായിരിക്കും? സം ഓഫ് ദ വേരിയൻസസ് ആയിരിക്കും. അപ്പോൾ ഒരാളുടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെ n ആളുകളുടെ വേരിയൻസ് എല്ലാത്തിനും സെയിം വേരിയൻസ് ആണ്. അപ്പോൾ n സിഗ്മ സ്ക്വയർ. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് n സിഗ്മ സ്ക്വയർ. അതുകൊണ്ടാണ് √n സിഗ്മ എന്ന് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ Sn മൈനസ് ഇറ്റ്സ് മീൻ n mu ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √n സിഗ്മ വിൽ ഫോളോ n01. ഇതാണ് ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം.